വിനിഷ, ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സനോജ്, വസീഫ്, ഫ്രാൻസിസ്, അതുപോലെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മോടൊപ്പം. വയനാട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടതിന് ശേഷം നടന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സംഘടനയുടെ പേര് എന്നുള്ളത് ഡിവൈഎഫ്ഐയുടെ. അത് കേരളം ഒരുപാടായി ചർച്ച ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, വളരെ മികച്ച പ്രവർത്തനങ്ങൾ, കേരളത്തിന് സമാനതകളില്ലാത്ത ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. അത് വയനാട് ദുരന്തമായാലും അതിനു മുമ്പ് കേരളത്തിലെ 2 തവണയുണ്ടായ പ്രളയം, കോവിഡ് കാലം, നിപ്പ കാലം ഒക്കെ കേരളം ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായിരുന്നോ ആ ഘട്ടത്തിലൊക്കെ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അതിൻ്റെ സംസ്ഥാന ഭാരവാഹികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അവർ ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ആ ദിവസങ്ങളിൽ, ദുരന്തം നടന്ന ദിവസങ്ങളിൽ പുലർച്ചെ തന്നെ ഇവിടെ എത്തി ആ ഘട്ടത്തിലെ ഏറ്റവും ആരും പതറിപ്പോകുന്ന ഘട്ടത്തിലെ പ്രതിസന്ധി നിറഞ്ഞ ആ ഘട്ടത്തിൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ യുവജന സംഘടനാ പ്രവർത്തകരാണ് സനോജും വസീഫും ഫ്രാൻസിസും ഒക്കെ. വസീഫ്, ഇവിടെ 1 വർഷത്തിന് ശേഷം ചുരമലയിലേക്ക് എത്തുന്നു അല്ലേ സനോജെ? അപ്പം എന്താണ് ആ ഒരു ഓർമ്മകൾ? ഇവിടെ നമുക്കൊക്കെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു ദുരന്തമുഖം തന്നെയായിരുന്നു ഇവിടെ ഈ ചൂരൽമലയും മുണ്ടക്കയുമെല്ലാം. ഇതറിഞ്ഞ സമയത്ത്, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വ്യാപ്തി നമുക്കാർക്കും അത്ര അറിഞ്ഞൂടാ. സനോജ് എന്നോട് വിളിച്ച് ആദ്യം ഞാനിങ്ങെത്തുന്നു. അപ്പോൾ ഇവിടെ ഫ്രാൻസിയും ജിതിനും റഫീഖൊക്കെ ഉൾപ്പെടെയുള്ള നമ്മൾ ഡിവൈഎഫ്ഐയുടെ സഖാക്കളെല്ലാവരും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ മാത്രമല്ല, പല സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും നാട്ടുകാരും ഒന്നിച്ച് ഒരു നാടിനെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഇവിടെ എത്തി പിന്നീടാണ് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴുമാണ് നമ്മൾ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി വരുന്നത്. അന്ന് നമുക്ക് ഈ ബേലി പാലില്ല, ഇങ്ങോട്ടേക്ക് വരാൻ നമുക്ക് പറ്റില്ല, നമുക്ക് അറിഞ്ഞൂടെ അപ്പുറത്ത്. പക്ഷേ ഫ്രാൻസിയൊക്കെ അപ്പുറത്തൂടെ പോയി ഇതിൻ്റെ മുകളിലുണ്ട്. ഇപ്പം ഞങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കുറവാണ്, ഞങ്ങൾ ഈ താഴെ ഭാഗത്തുണ്ട്. ഏതായാലും ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അത്. ആ അവസ്ഥയിൽ നിന്ന് ഈ നാടിനെ പരമാവധി ചേർത്ത് പിടിക്കുക, അവരുടെ സ്വാഭാവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു പ്രവർത്തനം തന്നെയായിരുന്നു ഒരു മുഖ്യ അജണ്ട. അതിലാദ്യം രക്ഷാപ്രവർത്തനം, അതിനുശേഷം പുനരധിവാസം, എല്ലാം ഇപ്പോൾ വളരെ കൃത്യമായി നടക്കുന്നു. ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ അന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഉടനെ തന്നെ ഞങ്ങളാണ് 25 വീട് ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ആലോചിച്ച് 25 വീട് പ്രഖ്യാപിച്ചു. 25-ൽ കുറയാത്തൊരു വീട് നിർമ്മിച്ചു കൊടുക്കണം. അതും സർക്കാരുമായി ചേർന്ന്, സർക്കാരിൻ്റെ പദ്ധതിയുമായി ചേർന്ന് സർക്കാരുമായി ആലോചിച്ച് വീട് നിർമ്മിച്ചു കൊടുക്കും. 25 വീട് പ്രഖ്യാപനം ഇപ്പോൾ 100 വീടിലേക്ക് എത്തി. അതെ. ആ 25 വീട് എന്നുള്ളത് ഞങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിലുടനീളമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ തെരുവിലിറങ്ങി വീടുകൾ കയറി അവരുടെ സമ്പാദ്യവും അവരുടെ അധ്വാനവുമെല്ലാം സംഭാവന നൽകി. ഞങ്ങൾ സ്വരൂപിച്ചത് 20 കോടിയിലധികമുള്ള രൂപയാണ്. അതായത് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത് ഒരു വീടിന് 20 ലക്ഷം രൂപ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ 25 വീട് എന്നുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് 100 വീട് കൊടുക്കാനായി എന്നുള്ളതാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് എഗ്രിമെൻ്റ് വെച്ചു. ഗവൺമെൻറ്റിന് മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 100 വീട് വെക്കാൻ പറ്റും. അങ്ങനെ 100 വീടിൻ്റെ സ്പോൺസർമാരായി കേരളത്തിലെ ഡിവൈഎഫ്ഐ മാറി എന്നുള്ളതാണ്. അത് ഈ നിമിഷം ഞങ്ങൾക്ക് ഓർക്കുമ്പോൾ വലിയ അഭിമാനമുള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഡിവൈഎഫ്ഐക്കും ഡിവൈഎഫ്ഐയെ സ്നേഹിക്കുന്നവർക്കുമൊക്കെ അതൊരു വല്ലാത്ത അനുഭവമായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ആണെങ്കിൽ വലിയ രീതിയിൽ അതിലൊക്കെ മറ്റ് സംഘടനകളും ഞങ്ങളോടൊക്കെ സത്യത്തിൽ ചാനൽ മുറികളിലൊക്കെ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ വലിപ്പമുണ്ട് എന്ന് പറയുന്ന സംഘടനകളുടെയൊക്കെ ഒരു ഇടപെടൽ ഈ രംഗത്ത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ അത് ഞാൻ അവരെ കുറച്ച് കാണിക്കുകയല്ല, അവർ 88 ലക്ഷം രൂപ പിരിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ ഒരു വലിപ്പവും ഞങ്ങളുടെ സംഘടനയോട് ജനങ്ങൾ കാണിച്ച ഒരു വിശ്വാസ്യതയും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തോട് കേരളം എടുത്ത ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിൻ്റെ വിജയമാണ് ഈ 100 വീടിലേക്ക് എത്തിച്ചത്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നൊരു വലിയ സന്തോഷകരമായ ഒരു സാഹചര്യം.